ആലപ്പുഴ പള്ളിപ്പുറത്ത് വീട്ടുപരിസരത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ അറസ്റ്റിലായ വീട്ടുടമ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് തുടരുന്നു. പള്ളിപ്പുറത്ത് വീട്ടിൽ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും പരിശോധനയ്ക്ക് എത്തിയേക്കും. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജൈനമ്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യൻ സംശയ നിഴലിലാണ്. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് എവിടെയാണ്, എന്താണ് വിശദാംശങ്ങൾ? സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആണോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്, പോലീസിനുണ്ട്. അതുകൊണ്ട് വിപുലമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനം. നിലവിൽ 3 കേസിന് 3 വിഭാഗങ്ങളായിട്ടാണ് അന്വേഷണം. 1 സംസ്ഥാന ക്രൈംബ്രാഞ്ച്, 2 ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച്, 3 കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം സംയുക്തമായ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 15 വർഷത്തിനിടെ ചേർത്തല പരിസരത്ത് നിന്ന് കാണാതായ അല്ലെങ്കിൽ ഇപ്പോഴും യാതൊരു വിവരവുമില്ലാത്ത സ്ത്രീകളെക്കുറിച്ച് അന്വേഷിക്കാനും അവർക്ക് ഏതെങ്കിലും രീതിയിൽ കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അയാളെ അവിടെ ചോദ്യം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നാളെ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ചും സംയുക്തമായി ആ വീട്ടിൽ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പരിശോധനയ്ക്കുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ നാളെ ആകാനാണ് സാധ്യത കൂടുതൽ. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനപ്രകാരമായിരിക്കും എന്ന് പരിശോധന വേണം എന്ന് തീരുമാനിക്കുക. എന്തായാലും വലിയൊരു വീട്ടുപറമ്പാണ്. 2.5 ഏക്കറോളം വരുന്ന ഒരു പുരയിടത്തിൻ്റെ നടുക്കാണ് സെബാസ്റ്റ്യൻ്റെ വീട്. അതിനകത്ത് 2 കുളങ്ങളുണ്ട് എന്ന് മാത്രവുമല്ല, ഈ സെബാസ്റ്റ്യൻ്റെ കുടുംബ ഓഹരി കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. പാടവും ചതുപ്പുമൊക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വിപുലമായ രീതിയിൽ ആ മേഖലയാകെ പരിശോധിക്കാനാണ് നിലവിൽ തീരുമാനിച്ചത്. ശരി രഘു, എന്തായാലും ഈ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആണോ എന്നൊരു സംശയം ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു കടമ്പയാണ്. അപ്പോൾ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമോ അതോ ഇല്ലയോ, നാളെ ആകുമോ എന്നുള്ളതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു കൊലപാതകങ്ങളുടെ ചുരുളഴിയേണ്ടത് ഏറെ നിർണായകമാണ്, അത്യാവശ്യമായ ഒന്നാണ്. അതിനുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത്.